if you are a student who has this inner urge to complete the whole grammar topics of SSLC English, you shouldn't miss this topic. Because ഇത് ചിലപ്പോൾ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടാവില്ല, ബട്ട് ദാറ്റ് ഡസൻ മീൻ ഇത് നിങ്ങളുടെ റിയൽ എക്സാമിൽ ചോദിക്കില്ല എന്ന് 2-3 മാർക്കിന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്. നോക്കൂ, നമ്മൾ 2 വേർഡ്സ് ആണ് പരിചയപ്പെടേണ്ടത്. ഒരു വേർഡ് നൗൺ ഫ്രേസ് ആണ്, നമുക്കതിനെ തൽക്കാലം NP എന്ന് വിളിക്കാം. രണ്ടാമത്തെ ആള് വേർബ് ഫ്രേസ് ആണ്, നമുക്കിതിനെ VP എന്ന് വിളിക്കാം. എന്നാൽ ഒരിക്കലും പരീക്ഷയ്ക്ക് NP എന്നല്ല ചോദിക്കുക, കുറച്ചുകൂടെ വലുതാക്കിയിട്ട് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ എന്നാണ് ചോദിക്കുക. നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. പലപ്പോഴും ഇത്രയും വലിയൊരു വേർഡ് കാണുമ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. സാർ ഇത് എന്താണിത്? ഒന്നുമില്ല. ഒരു സെൻറ്റൻസിലെ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് തന്നെയാണ്. എന്താണ്? ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് തന്നെയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിന് നമ്മൾ എന്താ പറയുക? സബ്ജക്റ്റ് കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നുണ്ട്. അതിനെന്താ പറയുക? പ്രെഡിക്കേറ്റ് എന്നാണ് പറയുക. സോ ബാക്കിയുള്ള സാധനത്തിനെയാണ് നമ്മൾ വേർബ് ഫ്രേസ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് എന്ന് വിളിക്കുക. ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ മലയാളത്തിൽ പറയാം. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേട്ടോളെ. ഒരു പൂച്ച പ്രസവിച്ചു. എന്നെ നോക്കണ്ട, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു പൂച്ച പ്രസവിച്ചു. ഇതിലെ സബ്ജക്റ്റ് ഏതാ? പൂച്ചയാണോ? അല്ല. ഇതിലെ സബ്ജക്റ്റ് ഏതാ? ഒരു പൂച്ചയാണ്. അപ്പൊ ഇതിലെ സബ്ജക്റ്റ് ഒരു പൂച്ചയാണ്. അപ്പൊ അതിലെ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ഏതാ? ഒരു പൂച്ചയാണ്. അടുത്ത സെന്റൻസ്. അപ്പൊ അതിലെ വേർബ് ഫ്രേസ് ഏതാ? ഒരു പൂച്ച. നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ആണെങ്കിൽ വേർബ് ഫ്രേസ് ഏതാ? പ്രസവിച്ചു ആണ്. അടുത്തത്, ഒരു കറുത്ത കണ്ണുള്ള വെളുത്ത പൂച്ച പ്രസവിച്ചു. ഒരു കറുത്ത കണ്ണുള്ള വെളുത്ത പൂച്ച പ്രസവിച്ചു. അതിലെ സബ്ജക്റ്റ് ഏതാ? പൂച്ചയാണോ? അല്ല. പൂച്ച എന്നുള്ളത് ഹെഡ് നൗൺ ആണ്, പ്രധാന നൗൺ ആണ്. എന്നാൽ അതിലെ സബ്ജക്റ്റ് ഏതാണ്? ഒരു കറുത്ത കണ്ണുള്ള വെളുത്ത പൂച്ച. നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ഏതാണ്? ഒരു കറുത്ത കണ്ണുള്ള വെളുത്ത പൂച്ച. വേർബ് ഫ്രേസ് ഏതാണ്? പ്രസവിച്ചു ആണ്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഈ കാര്യത്തിലേക്ക് കടക്കാം. എ വെരി ഓൾഡ് മാൻ, a very old man with enormous wings appeared at the courtyard. ഇത്രയും മതി. at the courtyard. ഇതിലെ സബ്ജക്റ്റ് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? ഇതിലെ സബ്ജക്റ്റ് ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾ എന്ത് പറയരുത്? ഒരു മിനിറ്റ്, എൻ്റെ കോർട്ട്യാർഡ് അവർക്ക് മനസ്സിലായില്ല. കോട്ട് യാർഡ്. ഓക്കെ, ശരി. ഇതിലെ സബ്ജക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? എ വെരി ഓൾഡ് മാൻ എന്ന് പറയോ? അല്ല. എ വെരി ഓൾഡ് മാൻ മാത്രമല്ല അവിടുത്തെ സബ്ജക്റ്റ്. എങ്ങനത്തെ വെരി ഓൾഡ് മാൻ ആണ്? വിത്ത് എനോമസ് വിങ്സ്. അപ്പൊ ഇത്രയും എന്താണ്? സബ്ജക്റ്റ് ആണ്. ഇത്രയും എന്താണ്? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ആണ്. അപ്പൊ വേർബ് ഫ്രേസ് ഏതാ? അപ്പിയർഡ് അറ്റ് ദ കോർട്ട്യാർഡ് ആണ് എന്ത്? വേർബ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പിയർഡ് അറ്റ് ദ കോർട്ട്യാർഡ് ആണ് എന്ത്? വേർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ഇനി ഇത് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. അതായത് മിക്കവാറും സെന്റൻസ് ഇത് അപ്ലിക്കബിൾ ആണ്. ഒരു കേസിലൊഴികെ അത് ഞാൻ പറയാം. നോക്കൂ, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറഞ്ഞു നോക്കാം. അവിടെ എവിടെയാണോ നിങ്ങൾക്കൊരു വേർബോ ഓക്സിലറി വേർബോ വരുന്നത്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് മുഴുവൻ എന്തായിരിക്കും? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ആയിരിക്കും. അതും ബാക്കിയുള്ളതും വേർബ് ഫ്രേസ് ആയിരിക്കും. നോക്കിക്കോ, എ എന്നുള്ളത് ഓക്സിലറി വേർബ് ആണോ? ഈ സാം ആർ വാസ് വേർഡ് ഡസ് ഡിഡ് ഹാസ് ഹാവ് വിൽ വുഡ് ഷാൽ ഷുഡ് ക്യാൻ കുഡ് മേ മൈറ്റ് മസ്റ്റ് യൂസ് ടു നീഡ് ഡെയർ ടു. അല്ല. വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഇതൊന്നും എന്തല്ല? ഓക്സിലറി വേർബും അല്ല, മെയിൻ വേർബും അല്ല. പിന്നെയോ ഇവിടെയാണ് ഒരു വേർബ് വരുന്നത്. അപ്പൊ ഇവിടെ വേർബ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുമ്പിലുള്ളത് മുഴുവൻ ഏതാണ്? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. ആ വേർബ് ഉൾപ്പെടെ ബാക്കിയുള്ളത് എന്ത്? വേർബ് ഫ്രേസ് ആണ്. ഇതാണ് ട്രിക്ക്. കാര്യം മനസ്സിലായി. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പിക്ക് ഔട്ട് ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ഫ്രം ദ ഫോളോയിങ്. ചോദ്യം നമ്പർ 1. ആൻ ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് അപ്പിയർഡ് ഇൻ ദ കോർട്ട്യാർഡ്. അപ്പൊ ഇവിടുത്തെ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. ട്രിക്ക് നമ്പർ 1 എന്താണ്? പറഞ്ഞു നോക്കുക. an old man with enormous wings appeared in the courtyard. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? an old man അല്ല. പിന്നെയോ an old man with enormous wings ആണ് സബ്ജക്റ്റ്. അപ്പോൾ അയാൾ തന്നെയാണ് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. അപ്പം നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ഞാൻ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. രണ്ടാമത്തെ ട്രിക്ക് ഉപയോഗിച്ച് ഒന്ന് കൺഫേം ചെയ്യാണ്. ആൻ ഇല്ല, വേർബും അല്ല, ഓക്സിലറി വേർബും അല്ല. ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഇതൊന്നും എന്തല്ല? വേർബും ഓക്സിലറി വേർബും അല്ല. പിന്നെ എന്താണ്? ഇവിടെ അപ്പിയർഡ് ഇൻ ദ കോർട്ട്യാർഡ്. അപ്പൊ അത് മുതൽ അങ്ങോട്ട് വേർബ് ഫ്രേസ് ആണ്. രണ്ടാമത്തത്, ദ പിയാനിസ്റ്റ് ഹു വാസ് വെരി ടയേർഡ് ഹിറ്റ് ഹിംസെൽഫ് ഇൻ ദ ആറ്റിക്. ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾ
രണ്ടാമത്തെ ട്രിക്ക് ഉണ്ടല്ലോ, ഓക്സിലറി വേർബ് ട്രിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ, വേർബ് ട്രിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ദ പിയാനിസ്റ്റ് ഹു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ വാസ് കാണും. ഇവിടെ വാസ് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ലെഫ്റ്റിലായിട്ട് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ എന്ന് പറയും. തെറ്റാണ്. കാരണം എന്താ, ശരിക്കും വായിച്ചു നോക്കി. അപ്പോൾ ആദ്യത്തെ ട്രിക്ക് തന്നെയാണ് കുറച്ചുകൂടെ നല്ലത്. രണ്ടാമത്തെ ട്രിക്ക് പലരും പറയും തെറ്റാൻ സാധ്യതയുണ്ട്. ദ പിയാനിസ്റ്റ്, പിയാനിസ്റ്റ് ആണോ എൻ്റെ സബ്ജക്റ്റ്? ഏത് പിയാനിസ്റ്റ്? ഇവിടെ ഇങ്ങനത്തെ വേർഡ് വരും, ഈ വിച്ച്, വേർ, വാട്ട്, ഹു ഒക്കെ വരും. അതും കൂടെ കൂട്ടിക്കൊള്ളാം. ദ പിയാനിസ്റ്റ് ഹു വാസ് വെരി ടയേർഡ്, വളരെ ടയേർഡായ പിയാനിസ്റ്റ്. അതാണ് നൗൺ ഫ്രേസിന്റെ സബ്ജക്ട് പൊസിഷൻ. വേർബ് ഫ്രേസ് വേർബിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിഡ് ഹിംസെൽഫ് ഇൻ ദ ആറ്റിക്. 3, ദ വിസിറ്റേഴ്സ് വേർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് ത്രൂ ദ ഓപ്പണിങ്സ് ഓഫ് ദ കൂപ്പ്. വലിയ സെന്റൻസ് ആണ്, പക്ഷെ ഇതിലെ സബ്ജക്ട് അല്ലെങ്കിൽ നൗൺ ഫ്രേസിന്റെ സബ്ജക്ട് പൊസിഷൻ ഏതാണ്? ദ വിസിറ്റേഴ്സ് ആണ്. വേർബ് ഫ്രേസ് വേർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് ത്രൂ ദ ഓപ്പണിങ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് വരെ വെച്ചിട്ട് നിർത്താം. കാരണം ത്രൂ ദ ഓപ്പണിങ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ് എന്ന് പറയുന്നത് പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. കാരണം ത്രൂ എന്ന് പറഞ്ഞാൽ പ്രപ്പോസിഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വേർച്യൂ സീം ടു ബി പേഷ്യൻറ്റ്. നൗൺ ഫ്രേസിന്റെ സബ്ജക്ട് പൊസിഷൻ ഏതാ അല്ലെങ്കിൽ സബ്ജക്ട് ഏതാ? ഹിസ് ആണോ? അല്ല, പിന്നെയോ ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വേർച്യൂ. ഇത്രയും. വേർബ് ഫ്രേസ് ഏതാ? സീം ടു ബി പേഷ്യൻറ്റ്. ദെൻ ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ ടേൺഡ് ഇൻ ടു സ്പൈഡർ. സോ അവിടുത്തെ സബ്ജക്ട് അല്ലെങ്കിൽ നൗൺ ഫ്രേസിന്റെ സബ്ജക്ട് പൊസിഷൻ ഏതാണ്? ദ മെയിൻ അട്രാക്ഷൻ, പ്രധാന ആകർഷണം. വേർബ് ഫ്രേസ് വാസ് എ വുമൺ ടേൺഡ് ഇൻ ടു സ്പൈഡർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ്. അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, നൗൺ ഫ്രേസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ. അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും എന്ത് ചെയ്യും, ഇവിടെ അങ്ങ് നിർത്തും. ദ ന്യൂസ് ഏതാണ് നൗൺ ഫ്രേസ്? ദ ന്യൂസ്. തെറ്റാണ്. എന്തിനെ കുറിച്ചുള്ള ന്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്? ദ ന്യൂസ് ഓഫ് ദി ക്യാപ്റ്റീവ് ഏഞ്ചൽ. ഇത്രയുമാണ് നൗൺ ഫ്രേസ്. ഇവിടുത്തെ വേർബ് ഫ്രേസ് ബാക്കിയുള്ളത് ഏത്? സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. ഓക്കെ, ഇത് വേണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്ന ടോപ്പിക്കാണ്, പക്ഷേ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കാരണം നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും ഞങ്ങളിത് ഹാപ്പിയാക്കും. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. താങ്ക് യു എവറിബഡി.